റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിൽ തിങ്കളാഴ്ചയുണ്ടായ യുക്രൈനിയൻ ഡ്രോൺ ആക്രമണത്തിൽ 2 കപ്പലുകൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. വോൾന ടെർമിനൽ നങ്കൂരമിട്ടിരുന്ന കപ്പലുകളിലെ ജീവനക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചതായി ക്രാസ്നോദർ റീജിയണൽ ഓപ്പറേഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ടെലഗ്രാം സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ജീവനക്കാർ കൊല്ലപ്പെട്ടതായാണ് യുക്രൈൻ്റെ അവകാശവാദം. ആക്രമണത്തെ തുടർന്ന് ഏകദേശം 1500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ തീപിടുത്തം ഉണ്ടായതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യ-യുക്രൈൻ സമാധാന കരാറിനായി യുക്രൈനെ അമേരിക്ക നിർബന്ധിക്കില്ലെന്ന് വ്യക്തമാക്കി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ രംഗത്ത് വന്നതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ സമ്മതിക്കുന്നില്ലെങ്കിൽ സമാധാന കരാറില്ലെന്നും റൂബിയോ വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ സഖ്യകക്ഷികൾ മിയാമിയിൽ ചർച്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് റൂബിയോയുടെ പ്രസ്താവനയും വന്നത്. യുക്രൈന് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധികൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കീവിലെ ചില പ്രദേശങ്ങൾ ഇതിനായി വിട്ടുകൊടുക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒടുവിൽ ഇരുപക്ഷവും ഒരു കരാറിന് സമ്മതിക്കേണ്ടി വരുമെന്നും റൂബിയോ വ്യക്തമാക്കി. വാഷിംഗ്ടണിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിന് തൊട്ടു പിന്നാലെയാണ് യുക്രൈൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തങ്ങൾ മുന്നോട്ടു പോകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയും വ്യക്തമാക്കി കഴിഞ്ഞു. ഭാവിയിൽ കൂടുതൽ നടപടികളെക്കുറിച്ചും സംയുക്ത പ്രവർത്തനങ്ങൾ തുടരുന്നതിനെക്കുറിച്ചും ഞങ്ങൾ അമേരിക്കയുടെ പങ്കാളികളുമായി യോജിച്ച് മുന്നോട്ടു പോകുമെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സെലൻസ്കി ഒപ്പം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. മിയാമിയിലെ ശൈത്യകാല നയതന്ത്രത്തിൻ്റെ ഭാഗമായാണ് ചർച്ചകൾ നടന്നത്. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി ഗാസ വെടിനിർത്തലിനെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും കുഷ്നറും ചർച്ചകൾ നടത്തിയതിന് പിന്നാലെയായിരുന്നു യുക്രൈൻ വിഷയവും ചർച്ചയിൽ വന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ സമാധാന പദ്ധതിയുടെ ചില ഭാഗങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അംഗീകരിച്ചതായി ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാനപ്പെട്ട പല നിർദ്ദേശങ്ങളും മോസ്കോ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. വേണ്ടിവന്നാൽ വാഷിംഗ്ടണുമായി ചർച്ചകൾ തുടരാൻ റഷ്യ സന്നദ്ധമാണെന്നും പെസ്കോവ് പറഞ്ഞിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, മരുമകൻ ജാരഡ് കുഷ്നർ എന്നിവരുമായി മോസ്കോയിൽ പുടിൻ ദീർഘകാലമായി ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ക്രെംലിൻ വക്താവ് ഇക്കാര്യം അറിയിച്ചത്. യുദ്ധം അവസാനിക്കുന്നതിന് അന്തിമ തീരുമാനം ഇതുവരെ ആവിഷ്കരിച്ചിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. യുഎസ് പദ്ധതിയെ പുടിൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്ന വാദങ്ങളെ പെസ്കോവ് നിഷേധിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച ആദ്യമായി നേരിട്ടുള്ള ആശയവിനിമയം നടന്നതായും പറയുന്നുണ്ട്. ചില കാര്യങ്ങൾ അംഗീകരിക്കുകയും മറ്റു ചിലത് അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അടയാളപ്പെടുത്തുകയും ചെയ്തതായാണ് വ്യക്തമാക്കുന്നത്. ഇത് ഒരു ഒത്തുതീർപ്പ് കണ്ടെത്തുന്നതിനുള്ള സമാധാന പ്രവൃത്തിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിൻ്റെ ശ്രമങ്ങളെ റഷ്യ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ പരസ്യമായ ചർച്ചകൾ സഹായകമാകാൻ സാധ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ക്രെംലിൻ വിശദമായ പ്രതികരണം നൽകാൻ തയ്യാറായിട്ടില്ല. ഭാവിയിലെ ഉന്നത ബന്ധങ്ങൾക്ക് കളമൊരുക്കാൻ വിദഗ്ധ തലത്തിൽ ചർച്ചകൾ തുടരുകയാണെന്നും പെസ്കോവ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം യൂറോപ്യൻ യൂണിയനെതിരെ ശക്തമായി പ്രതികരിച്ച് പുടിൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. റഷ്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നിർദ്ദേശങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതെന്നും ചർച്ചകൾ തടസ്സപ്പെടുത്താനാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നാണ് പുടിൻ ആരോപിക്കുന്നത്.